മോനെ കത്തി താഴെയിട. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. നമസ്കാരം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന കിരീടം 1989 പ്രേക്ഷകരിലേക്കെത്തിയത്. സംവിധായകൻ സിബി മലയിലും തിരക്കഥാകൃത്ത് AK ലോഹിതദാസും ഒന്നിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. ഈ കൂട്ടുകെട്ടിന്റെ തുടക്കം കുറിച്ച തനിയാവർത്തനം മുതൽ സാഗരം സാക്ഷി വരെയുള്ള 14 ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം കിരീടത്തിനുണ്ട്. ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ രസകരമായ ചില ചരിത്ര വസ്തുതകളുണ്ട്. സംവിധായകൻ സിബി മലയിലിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരക്കഥാകൃത്ത് AK ലോഹിതദാസിന് സാധിച്ചിരുന്നില്ല. ഇതിന് പകരമായി നൽകിയ ഒരു പ്രായശ്ചിത്ത സമ്മാനം എന്ന നിലയിലാണ് അദ്ദേഹം വെറും 6 ദിവസം കൊണ്ട് ഈ ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത്. ഈ സിനിമയുടെ അടിസ്ഥാന പ്രമേയത്തിന് പ്രചോദനമായത് ഒരു യഥാർത്ഥ സംഭവമാണ്. ചാലക്കുടിയിൽ ഒരാശാരി അവിടുത്തെ കുപ്രസിദ്ധനായ ഗുണ്ട കേശവനെ ഒരൊറ്റയടിക്ക് വീഴ്ത്തിയ സംഭവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ലോഹിതദാസ് അതിൽ നിന്നാണ് സേതുമാധവൻ എന്ന കഥാപാത്രത്തെയും കീരിക്കാടൻ ജോസിനെയും രൂപപ്പെടുത്തിയത്. ചിത്രത്തിനാദ്യം ഗുണ്ട, മുൾക്കിരീടം എന്നീ പേരുകളാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ കിരീടം എന്ന പേര് ലോഹിതദാസ് തന്റെ മുൻ തിരക്കഥയ്ക്കായി നിശ്ചയിച്ചിരുന്നെങ്കിലും സംവിധായകൻ IV ശശിക്ക് അത് താൽപര്യമില്ലാത്തതിനാൽ ആ ചിത്രം പിന്നീട് മുക്തി എന്ന പേരിൽ പുറത്തിറങ്ങുകയും ആ തലക്കെട്ട് സിബി മലയിൽ ഈ ചിത്രത്തിനായി സ്വീകരിക്കുകയും ചെയ്തു. ഒരു മധ്യവർഗ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളുടെയും ഒടുവിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു സാധാരണ യുവാവിന്റെ സ്വപ്നങ്ങൾ തകരുന്നതിന്റെ തീവ്രമായ ദുരന്ത കഥയാണ് കിരീടം കൈകാര്യം ചെയ്യുന്നത്. പോലീസ് കോൺസ്റ്റബിളായ അച്യുതൻ നായരുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മൂത്ത മകനായ സേതുമാധവനെ ഒരു സബ് ഇൻസ്പെക്ടറായി കാണുക എന്നതായിരുന്നു. അച്ഛനും മകനും തമ്മിലുള്ള സുദൃഢമായ ബന്ധവും പരസ്പര ബഹുമാനവും സിനിമയുടെ ആദ്യ പകുതിയെ സജീവമാക്കുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയക്കാരന്റെ മകന് പാർക്കിംഗ് പിഴ ചുമത്തിയതിന്റെ പേരിൽ സത്യസന്ധനായ അച്യുതൻ നായർക്ക് അപ്രതീക്ഷിതമായി രാമപുരത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു. രാമപുരത്തെ മാർക്കറ്റ് ഭരിച്ചിരുന്ന ക്രൂരനായ ഗുണ്ട കീരിക്കാടൻ ജോസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അച്യുതൻ നായരെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗത്തിന് സേതുമാധവൻ സാക്ഷ്യമാകുന്നു. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വികാരാധീനനായി രംഗത്തേക്ക് കടന്നുവരുന്ന സേതുമാധവൻ കീരിക്കാടനെ ക്രൂരമായി മർദ്ദിക്കുകയും മരണവക്ത്രത്തിലെത്തിക്കുകയും ചെയ്യുന്നു. നാട്ടുകാർ ഒരു പുതിയ രക്ഷകന്റെ ഉദയമായി ഇതിനെ ആഘോഷിക്കുമ്പോൾ അച്യുതൻ നായർ തന്റെ മകന്റെ കൈകളിൽ ആദ്യമായി അക്രമത്തിന്റെ കറപുരുളുന്നത് കണ്ട് അസ്വസ്ഥനാകുന്നു. തുടർന്ന് സമൂഹം അവനെ ഒരു ഗുണ്ടയായി മുദ്രകുത്തുകയും സാഹചര്യങ്ങൾ അവനെ നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്നു. ഒടുവിൽ താൻ സ്നേഹിച്ച പെണ്ണിനെപ്പോലും സ്വന്തമാക്കാൻ കഴിയാതെ സ്വന്തം അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കി അവൻ നിയമത്തിനു മുന്നിൽ കീഴടങ്ങുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ചിത്രത്തിന്റെ തുടക്കത്തിൽ അച്യുതൻ നായർ കാണുന്ന സ്വപ്നത്തിൽ മുഴങ്ങുന്ന അതേ ക്ലോക്കിന്റെ ബെൽ ശബ്ദം തന്നെ സിനിമയുടെ അവസാനത്തിൽ മുഴങ്ങുന്നുണ്ട്. എന്നാൽ തുടക്കത്തിൽ അത് മകൻ പോലീസ് സബ് ഇൻസ്പെക്ടറായി ചാർജെടുക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഒടുവിൽ മകൻ ഒരു കൊടും കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിക്കുന്ന പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ആ ബെൽ മുഴങ്ങുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രതയെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു രംഗം ജയിലിലാണ്. ലോക്കപ്പിൽ കിടക്കുന്ന സേതുമാധവനെ അച്യുതൻ നായർ ദേഷ്യത്തോടെ അടിക്കുകയും എന്നാൽ പിന്നീട് ആ മനോവിഷമത്തിൽ അവന് കൈകളിൽ ഉരുട്ടി ഭക്ഷണം നൽകുകയും ചെയ്യുന്ന വൈകാരിക രംഗം മലയാള ചലച്ചിത്ര ശാഖയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ വാണിജ്യപരമായും കലാപരമായും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മികച്ച ചിത്രമാണ് കിരീടം. നിർമ്മാണ ചെലവും പ്രൊഡക്ഷൻ വിവരങ്ങളും ഇനി പറയുന്നു. നിർമ്മാണ കമ്പനി കൃപ ഫിലിംസ്, വിതരണ കമ്പനി 7 ആർട്സ് റിലീസ്, ബോക്സ് ഓഫീസ് വൻ വിജയം. യഥാർത്ഥ നിർമ്മാണ ബഡ്ജറ്റ് 23.5 ലക്ഷം. പൂർത്തിയാക്കിയ വർഷങ്ങൾ 1989 റിലീസ് ചെയ്ത ചിത്രം നിലവിൽ 36 വർഷങ്ങൾ പിന്നിട്ടു. കിരീടം എന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ സൂക്ഷ്മമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജിന്റെ കാസ്റ്റിംഗ് തികച്ചും യാദൃശ്ചികമായിരുന്നു. ആദ്യം ഈ വേഷത്തിനായി തെലുങ്ക് നടൻ പ്രദീപ് ശക്തിയെയായിരുന്നു അഡ്വാൻസ് നൽകി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചിത്രീകരണ ദിവസം അദ്ദേഹം എത്താതിരുന്നതിനാൽ സഹസംവിധായകന്റെ നിർദ്ദേശപ്രകാരം 3-ാം മുറ എന്ന ചിത്രത്തിലെ ചെറിയ ഗുണ്ടാവേഷം ചെയ്ത മോഹൻരാജിനെ വിളിക്കുകയായിരുന്നു. 6 അടി 2 ഇഞ്ചായ അദ്ദേഹത്തിന്റെ വലിയ ശരീരപ്രകൃതി സിബി മലയിലിന് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുകയും കീരിക്കാടൻ ജോസായി നിശ്ചയിക്കുകയും ചെയ്തു. ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് പ്രശസ്ത ഡബ്ബിംഗ് കലാകാരൻ നിർമ്മൽ പ്രകാശാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അഥവാ EDയിൽ ഓഫീസറായി ജോലി നോക്കുകയായിരുന്ന മോഹൻരാജ് അനുമതിയില്ലാതെ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് 20 വർഷം നീണ്ട വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. 2024 ഒക്ടോബർ 3 തന്റെ 70-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.
അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച ഹൈദ്രോസ് എന്ന ചെറുകിട ഗുണ്ടയുടെ വേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. അതുവരെ നെഗറ്റീവ് വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന കൊച്ചിൻ ഹനീഫ ഈ ചിത്രത്തിന് ശേഷമാണ് ഹാസ്യരംഗങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ജഗതി ശ്രീകുമാർ ചിത്രത്തിന് മികച്ചൊരു മാറ്റം നൽകി. ആദ്യം പാലക്കാട്ടെ നെന്മാറ, ചിറ്റൂർ ഭാഗങ്ങളിലാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും തിലകന് മറ്റു ചിത്രങ്ങളുമായുള്ള ചാണക്യൻ, വർണ്ണം തുടങ്ങിയ ഷെഡ്യൂൾ പ്രശ്നങ്ങൾ കാരണം ചിത്രീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു. ചിത്രത്തിന്റെ ചിത്രീകരണം വെറും 25 ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരത്തുവെച്ച് പൂർത്തിയാക്കി. ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങളെല്ലാം തിരുവനന്തപുരത്തെ വെള്ളായണി കായൽ പരിസരം, പുഞ്ചക്കരി കനാൽ പ്രദേശങ്ങൾ, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലാണ് ചിത്രീകരിച്ചത്. സുപ്രധാനമായ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് തിരുവനന്തപുരത്തെ ആര്യനാട് എന്ന സ്ഥലത്താണ്. വെള്ളായണി കായലിന് കുറുകെയുള്ള ചെറിയ പാലമാണ് പിന്നീട് മലയാളികൾക്കിടയിൽ കിരീടം പാലം എന്ന പേരിൽ പ്രശസ്തിയാർജിച്ചത്. സിനിമയിലെ നായകനായ സേതുവും സുഹൃത്തുക്കളായ സുരേഷും നജീബും ഒത്തുകൂടുന്നതും കാമുകിയായ ദേവിയുമായി കണ്ടുമുട്ടുന്നതുമെല്ലാം ഈ പാലത്തിൽ വച്ചാണ്. സിനിമയുടെ വിജയത്തിനു ശേഷം നിരവധി ചലച്ചിത്രപ്രേമികൾ ഇവിടേക്ക് ഒഴുകിയെത്തി. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആദ്യത്തെ സിനിമാ ടൂറിസം അഥവാ സിനിമാ ടൂറിസം പദ്ധതിക്കായി ഈ പാലത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ പാലവും അതിന്റെ പരിസര പ്രദേശങ്ങളും വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനായി സർക്കാർ 1.22 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും നവീകരണ ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ചിത്രത്തിന്റെ വൈകാരിക പശ്ചാത്തലം കൂടുതൽ ദൃഢമാക്കുന്നതിൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കൈതപ്രം ദാമോദരം നമ്പൂതിരി രചിച്ച 2 ഗാനങ്ങൾ മാത്രമാണ് ചിത്രത്തിലുള്ളത്. ചിത്രീകരണവേളയിൽ യഥാർത്ഥത്തിൽ സേതുവും ദേവിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു പ്രണയഗാനമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ സിനിമ എഡിറ്റ് ചെയ്തപ്പോൾ ആ പ്രണയഗാനം കഥയുടെ സ്വാഭാവികമായ ഗതിയെ തടസ്സപ്പെടുത്തുന്നതായി തോന്നി. തുടർന്ന് ആ ഗാനം ഒഴിവാക്കുകയും പകരം അതീവ ദുഃഖപൂർണമായ കണ്ണീർ പൂവിന്റെ എന്ന ഗാനം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. പുതിയ ഗാനം ചിത്രീകരിക്കാൻ മതിയായ സമയമില്ലാതിരുന്നതിനാൽ ഒഴിവാക്കിയ പ്രണയഗാനത്തിലെ ചില ദൃശ്യങ്ങൾ തന്നെയാണ് ഈ വിരഹഗാനത്തിനായി ഉപയോഗിച്ചത്. വെള്ളായണി കായൽ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ ഗാനം ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച വിരഹഗാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചിത്രത്തിലെ അസാമാന്യമായ അഭിനയ പ്രകടനങ്ങൾക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും നിരവധി സംസ്ഥാന, ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാധാരണ യുവാവിന്റെ ആകുലതകളും മാനസിക വ്യഥകളും തനതായ ശൈലിയിൽ അവതരിപ്പിച്ചതിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മോഹൻലാലിനു ലഭിച്ചു. കണ്ണീർ പൂവിന്റെ എന്ന ഗാനത്തിലൂടെ ലഭിച്ച ആദ്യ സംസ്ഥാന പുരസ്കാരം MG ശ്രീകുമാറിനു ലഭിച്ചു. മികച്ച തിരക്കഥാ പുരസ്കാരം ലോഹിതദാസിനു ലഭിച്ചു. ഇതുകൂടാതെ ചിത്രത്തിലെ അസാധാരണമായ പ്രകടനത്തിലൂടെ മോഹൻലാലിന്റെ കരിയർ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയും അദ്ദേഹം പിൽക്കാലത്ത് 2023 പരമോന്നത സിനിമാ ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്തു. കിരീടം എന്ന ചിത്രത്തിന്റെ വികാരതീവ്രമായ പ്രമേയം കേവലം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അതിന്റെ സാർവലൗകികമായ അപ്പീൽ കാരണം ഈ ചിത്രം പിന്നീട് ഇന്ത്യയിലെ 6 പ്രധാന ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെട്ടു. മോഹൻലാലിന്റെ കരിയറിൽ ആദ്യമായി 6 ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമെന്ന ബഹുമതിയും കിരീടത്തിനുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രങ്ങളുടെ ഒറിജിനൽ പ്രിന്റുകൾ നഷ്ടപ്പെട്ടുപോകുന്ന സാഹചര്യത്തെക്കുറിച്ച് മോഹൻലാൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരമെന്നോണം നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെയും NFDCയുടെയും ആർക്കൈവുകളിൽ അവശേഷിച്ച 35mm ഫിലിം പ്രിന്റ് ഉപയോഗിച്ച് കിരീടത്തിന്റെ വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയുണ്ടായി. പ്രസാദ് കോർപ്പറേഷൻ പുനരുദ്ധാരണവും ഹൈ സ്റ്റുഡിയോസ് 4K റീമാസ്റ്ററിംഗും ചെയ്ത ഈ പതിപ്പ് ഡോൾബി ആറ്റ്മോസ് ശബ്ദമികവോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രശസ്ത എഡിറ്റർ ഡോൺ മാക്സാണ് പുതിയ 4K ട്രെയിലർ നിർമ്മിച്ചത്. 1989 ജൂലൈയിൽ റിലീസ് ചെയ്ത ചിത്രം കൃത്യം 37 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2026 ജൂലൈയിൽ പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് കൂടുതൽ വ്യക്തതയോടെ പുനഃപ്രവേശനത്തിന് ഒരുങ്ങുകയാണ്. കിരീടം സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കിരീടം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി വരാം. നന്ദി, നമസ്കാരം.